അലാസാർ സർ, അദൃശ്യം ഇവിടെ എത്തിക്കഴിഞ്ഞെന്നാ തോന്നുന്നത്. മൈര, വരുൺ, റെഡി ആയിരിക്കെ. ഈ ബൈസ്കാ ഈ കൊട്ടാരം ഞങ്ങളുടേതാണ്. അലാസാർ സർ, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രുദ്ര, നമുക്ക് അലാസാർ സാറിനെ ഇവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോവാം. ആ ദൃശ്യം വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ വല്ലാത്തൊരു പ്രശ്നമായല്ലോ. വേഗം അയാളെ മുകളിലേക്ക് കൊണ്ടുപോ. ഈ സദൃശ്യത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എവിടെയാടാ നീ? ധൈര്യമുണ്ടെങ്കിൽ നേരിൽ വാ. എന്നെ കണ്ട് പേടിച്ചവൻ ഓടിപ്പോയിന്നാ തോന്നുന്നേ. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്റെ അമ്മേ, രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. എന്റെ അമ്മേ. നീ ആരായാലും ശരി, ഞാൻ ഇവിടെ ഉള്ളത് വരെ നിനക്ക് ഈ പാലസിൽ ഒരു ചെറിയ സാധനം പോലും സ്വന്തമാക്കാൻ പറ്റില്ല. നല്ലോണം കളിക്കാൻ പഠിച്ചിരിക്കുന്ന മെജീഷ്യൻസിനാണ് ജയ്സിംഗ് ഇവിടെ വെച്ചിരിക്കുന്നത്. നീ എന്തായി ചെയ്യുന്നത്? എന്റെ പാത്രം കൊണ്ട് എന്നെ തന്നെ അടിക്കാൻ ശ്രമിക്കാണോ? എനിക്കൊരു കുഴപ്പവുമില്ല കുട്ടികളെ. അവൻ വീണ്ടും എത്തിന്നാ തോന്നുന്നത്. ഈ ബൈസ്കാ നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. മെയിൻ ഡോറിൽ കൂടി അകത്തേക്ക് വരാൻ അവൻ ഒരുപാട് ശ്രമിച്ചു. ഇനി അവന്റെ ശ്രമം ടെറസിൽ കൂടി അകത്ത് വരാനായിരിക്കും. അലാസാർ സർ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ. ഞങ്ങൾ മുകളിൽ പോയി നോക്കിട്ട് വരാം. രുദ്ര, നമ്മൾ എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? നമുക്ക് പുറത്തേക്ക് പോവാം. ഞാൻ എന്റെ സൂപ്പർ മാജിക് കാണിച്ചു കൊടുക്കാം. പിന്നീട് ആ ദൃശ്യം നിരന്തരമായി അപ്രത്യക്ഷമാവുന്നതായിരിക്കും. എന്ത്, നീ മാജിക് ചെയ്യാൻ പോവാണെന്നോ? വേണ്ട മൈര, ഇത് പുറത്തേക്ക് പോകാനുള്ള റൈറ്റ് ടൈം അല്ല. എന്റെ കയ്യിൽ വേറൊരു പ്ലാൻ ഉണ്ട്. ഈ ബൈസ്കാ ഹോട്ട് ച്യൂവിംഗ് ഗം ക്രിയേറ്റീവ്.
ഇനി അവൻ ടെറസിൽ കാല് കുത്തി അടുത്ത നിമിഷം അവന്റെ കാല് പൊള്ളിപ്പോവും. അത് നമുക്ക് കാണാം. രുദ്ര ഒരു പക്ഷേ വിചാരിച്ചു കാണും ഞാൻ വാതിൽ കടന്ന് അകത്തേക്ക് വരുമെന്ന്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ടെറസ് വഴി അകത്തേക്ക് കടക്കും. ഒരു അറ്റാക്ക് കൊണ്ട് എല്ലാവരെയും വകവരുത്തും. എന്താ പറ്റിയത് എനിക്ക്? ഞാൻ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതെങ്ങനെയുണ്ട് അദൃശ്യം? ഇനി നിന്റെ ജീവിതകാലം മുഴുവനും ഈ ഭാഗത്ത് പോലും നീ തിരിഞ്ഞു നോക്കരുത്. ഈ ബൈസ്ക ബബിൾ ഗം ട്വിസ്റ്റർ ക്രിയേറ്റോ. രുദ്ര, എനിക്കെന്തോ ഫൈനലി അവൻ പോയിന്ന് തോന്നുന്നത്. ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. ആരെ അടച്ചക്കാ നീ തേടുന്നത്? ഞാനിതൊട്ടും പ്രതീക്ഷിച്ചതല്ല. നീ ഈ പ്രായത്തിൽ എല്ലാം അതിവേഗത്തോടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, മജീഷ്യൻ അദൃശ്യത്തിനെ ജയിക്കാൻ കഴിയില്ല. അവൻ നമ്മുടെ രുദ്രയെ കേട്ടിട്ടിരിക്കുക. ഞാനിപ്പോ രുദ്രയെ രക്ഷപ്പെടുത്താൻ പോവാ. അന്തർ മന്തർ ജാദു കലാന്തർ ഫ്രീ ഹോ. നീ ചെയ്ത സഹായത്തിന് വളരെ നന്ദി മേരാ. അടുത്തത് നീ. എന്താ നിന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. അദൃശ്യം, ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഈ കുട്ടികളെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. അലക്സാർജി, നിങ്ങളിപ്പോ ഭയങ്കര റിലാക്സ്ഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ കൈവശം വേസ്റ്റ് ചെയ്യാൻ അത്ര സമയമൊന്നുമില്ല. നിങ്ങളും ഇവരെ പോലെ എന്റെ മുന്നിൽ കൈകെട്ടിയിരിക്കാൻ റെഡി ആയിക്കോളൂ. നീ ശരിയാണ് പറഞ്ഞത് അദൃശ്യം. എനിക്ക് അത്രയ്ക്കൊന്നും സമയമില്ല. ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ മാജിക് ചെയ്തിരിക്കുകയാണ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനത് സാധിച്ചിരിക്കുന്നു. വളരെ നന്ദി സർ. മര വരൻ ശ്രദ്ധിച്ചു കേൾക്ക്. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. വേഗത്തിന്റെ കാര്യത്തിൽ നീ സമർത്ഥനാണെന്ന് സമ്മതിച്ചു. പക്ഷെ എന്റെ മുന്നിൽ നീ ഒന്നുമല്ല എന്ന് സമ്മതിക്കണം. അദൃശ്യം, രുദ്രയുടെ പ്രായത്തെയും മാജിക്കൽ പവേഴ്സിയും സംശയിക്കരുത്. വാ വാ, വന്നിനെ പേടിക്ക. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ കുളിച്ചിട്ട് വന്നതാ. പിന്നെ എന്തിനാണ് നീ വെറുതെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നത്? ഇപ്പൊ വെറുതെ ഒന്ന് കുളിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഇറ്റ്സ് പാർട്ടി ടൈം. മര വരൻ Ibaiska, boom, check, check, boom.
ഞാനിതിൽ ശരിക്കും കുടുങ്ങി പോയെന്നാണ് തോന്നുന്നത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? വേണ്ട, എന്നെ വിട്ടേക്ക്. ആരെങ്കിലും എന്നെ രക്ഷിക്ക്. ഇങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത്. എന്നെ വിട്ടേക്ക്. ആരെങ്കിലും എന്നെ രക്ഷിക്ക്. മുത്തശ്ശ, മുത്തശ്ശ, താങ്ക് യു രുദ്ര. നീ വീണ്ടും ഒരു കാര്യം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നീ വളരെ നല്ല മജീഷ്യൻ ആണെന്ന്. സോഗ, വേഗം ചെന്ന് സ്നാക്സും ചായ എടുത്തോണ്ട് വാ. ഞങ്ങൾ ആകെ തളർന്നിരിക്കുക. ഓക്കെ ബോസ്. എടാ, ഞാനാണടാ നിന്റെ ബോസ്. ഭ്രാന്ത മരമണ്ട. ആദ്യം വന്നെന്റെ കൈ കെട്ടഴിച്ചു വിടടാ. വാടാ ഇങ്ങോട്ട്.